ഹലോ, പല സംരംഭകരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വില കൂട്ടിയിട്ട് വിൽക്കാനുള്ളൊരു പേടി. ഇത്രയും വിലയിട്ട കസ്റ്റമേഴ്സ് വാങ്ങുമെന്നുള്ള പേടി കൊണ്ട് അവർ ഏറ്റവും കുറഞ്ഞ വിലയിട്ട് ചീപ്പ് പ്രൈസ് ഇട്ട് സെല്ല് ചെയ്യാനായിട്ട് നോക്കും. ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് നിങ്ങളിത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേടി മാറും, നല്ല ലാഭത്തിൽ സെല്ല് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകളും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മുടെ കോസ്റ്റാണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ പ്രൈസ്, ഇത് തമ്മിലുള്ള ഗ്യാപ്പാണ് ശരിക്കും നമ്മളുടെ പ്രോഫിറ്റ്. ഈ കോസ്റ്റിനോട് ചേർത്ത് നമ്മൾ വില ഇടാനായിട്ട് നോക്കും, ഏറ്റവും ചേർത്ത് നമ്മൾ വില ഇടും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ കോസ്റ്റ് പ്രൈസിനോട് അടുത്താലും പ്രൈസ് നമ്മുടെ കോസ്റ്റിനോട് അടുത്താലും നമ്മളുടെ ലാഭം കുറയാണ്. വേണ്ടത്ര അന്തരത്തിൽ തന്നെ നമ്മൾ വിൽക്കണം. അതായത് നമ്മളുടെ കോസ്റ്റും നമ്മളുടെ പ്രൈസും തമ്മിൽ നല്ല ഡിഫറൻസ് വേണം. ആ ഗ്യാപ്പാണ്, ആ അകലം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തിട്ട് തന്നെ സെല്ല് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തുടക്കത്തിൽ അറിയാൻ പാടില്ലാത്ത പുതിയ എക്സ്പെൻസുകൾ ചെറുതായിട്ട് നിങ്ങളുടെ ആ സ്ഥാപനം സ്കെയിൽ ചെയ്യുമ്പോൾ വരും. ഇപ്പോൾ ഉദാഹരണം, വേറൊരു ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് മാറണം, കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം നിങ്ങൾക്ക് എടുക്കണം, ഒരു സ്ഥാപനത്തിന് ഓഫീസ് സ്പേസ് നിങ്ങൾക്ക് എടുക്കണം. അപ്പോൾ അവിടെ കൂടുതൽ റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, കൂടുതൽ സ്റ്റാഫിനെ ഹയർ ചെയ്യണം, അപ്പോൾ കൂടുതൽ സാലറി കൊടുക്കേണ്ടതായിട്ട് വരും, നല്ല സ്റ്റാഫിനെ ഹയർ ചെയ്യണം, അപ്പോൾ എക്സ്ട്രാ സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് തുടക്കത്തിലില്ലാത്ത പല എക്സ്പെൻസുകളും നമ്മളുടെ സ്ഥാപനം പതിയെ സ്കെയിൽ ചെയ്യാൻ നേരത്ത് അവിടെ ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ഏറ്റവും കോസ്റ്റിനോട് മുട്ടിച്ചാണ് നമ്മൾ പ്രൈസ് ഇടണമെങ്കിൽ, വേണ്ടത്ര അകലം ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളുടെ കോസ്റ്റും പ്രൈസും തമ്മിൽ മീറ്റ് ആവുകയാണ്. അതായത് നമുക്കൊരു ലാഭം ഇല്ലാതെയാവുകയാണ്. ലാഭം ഇല്ലാതെ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ സ്കെയിലപ്പോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. അധിക സംരംഭകരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കോസ്റ്റും നമ്മളുടെ പ്രൈസും തമ്മിൽ നല്ല ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പാണ്, വേണ്ടത്ര അകലം പാലിച്ചിട്ട് മാത്രമാണ് നമ്മൾ വില ഇടാൻ പാടുള്ളൂ. കസ്റ്റമേഴ്സ് വാങ്ങുമെന്നുള്ള പേടി കൊണ്ട് നിങ്ങൾ വില ഇടാതിരിക്കരുത്. കാരണം ഏറ്റവും ചീപ്പിൽ വിറ്റുകൊണ്ട് നമുക്ക് വലിയ മെച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി പലരും ഇത് അബദ്ധത്തിൽ വരുത്തുന്നതല്ല, അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. ചിലരുടെ മെയിൻ സ്ട്രാറ്റജി തന്നെ ഇതാണ്, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ ഇതാണ്. അതായത് ഏറ്റവും വില കുറച്ച് ചീപ്പ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏറ്റവും വില കുറച്ചിട്ട് നമ്മൾ കുറയ്ക്കുകയാണ്, ഏറ്റവും വില കുറച്ച് വിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളല്ല ആ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത അവസാനത്തെ ആൾ. നമ്മളോട് കൂടി ആ മാർക്കറ്റിന് താഴെ വീണില്ല, പുതിയ പ്ലെയേഴ്സ് ആ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യും. കാരണം നമ്മളുടെ രാജ്യം സ്വതന്ത്രമായിട്ടുള്ളൊരു രാജ്യമാണ്, ആർക്കും ബിസിനസ് ചെയ്യാം. അപ്പോൾ നമ്മളോട് കൂടി അതിന് ലോക്ക് വന്നില്ല, പുതിയ പ്ലെയേഴ്സ് ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് വരും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെന്താ ചെയ്യാമെന്നറിയോ, നിങ്ങൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണോ ചെയ്തത് അത് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചെയ്യും. ഒരു പ്രൊഡക്റ്റ് അവർക്ക് വിൽക്കണമെന്ന് ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് അവർ ഉദ്ദേശിക്കുകയാണ്. നിലവിൽ മാർക്കറ്റിൽ എത്ര രൂപക്കാണ് ഇത് വിൽക്കണതെന്ന് അവർ പഠിക്കും. അപ്പോൾ നോക്കാൻ നേരത്ത് നിങ്ങളുടെ പ്രൈസ് ആയിരിക്കും മാർക്കറ്റിലെ ഏറ്റവും വിലക്കുറവുള്ളത്. അപ്പോൾ അവർ എൻ്റർ ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രൈസിനേക്കാളും തൊട്ട് താഴെ അവർ പിടിക്കും. എന്നാലുള്ള അവർക്ക് കസ്റ്റമറെ കിട്ടുള്ളൂ. കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചത്, ഇതേ സ്ട്രാറ്റജി തന്നെ അവരും ഉപയോഗിക്കും. ഇപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ കിരീടം, ചീപ്പസ്റ്റ് പ്രൈസ് എന്നുള്ള ആ കിരീടം ഉണ്ടല്ലോ, ആ കിരീടം എടുത്ത് പുതിയ ആൾക്ക് നിങ്ങൾ കൈമാറേണ്ടതായിട്ട് വരും. പുതിയ ആൾക്ക് കൈമാറുമ്പോൾ എന്താ പ്രശ്നം, ഇത്രയും കാലം നമ്മൾ ചീപ്പാണെന്ന് പറഞ്ഞ് ഏറ്റവും വിലക്കുറവെന്ന് പറഞ്ഞ് അട്രാക്റ്റ് ചെയ്ത കസ്റ്റമേഴ്സ് മുഴുവനും അവരുടെ അടുത്തേക്ക് പോകും. ഇപ്പം നിങ്ങൾ രണ്ട് പ്രശ്നമാണ് നേരിടുന്നത്, കസ്റ്റമറും ഇല്ല, ലാഭവും ഇല്ല. ലാഭം പണ്ടേ ഇല്ല, മുമ്പ് കസ്റ്റമറെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ വേറൊരു പ്ലെയർ വന്നതോടുകൂടി കസ്റ്റമറും പോയി കിട്ടി. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത് പറയുമ്പോൾ പല സംരംഭകരും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന കമ്പനികൾ, മൾട്ടിനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന കമ്പനികളൊക്കെ വർഷങ്ങളോളം നഷ്ടത്തിൽ ഓടിച്ച് വലിയ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്തതിന് ശേഷം ലാഭം എടുക്കുക എന്നുള്ള സ്ട്രാറ്റജി അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണെങ്കിൽ ചെയ്തോ, നിങ്ങൾ മൾട്ടിനാഷണൽ ബ്രാൻഡാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. അതല്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഈ ഞാണിന്മേൽ കളി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പരാജയപ്പെടാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ നാരോ പ്രോഫിറ്റിൽ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ കോസ്റ്റ്, നമ്മളുടെ പ്രൈസ്, ഇത് തമ്മിൽ വേണ്ടത്ര അകലം നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ, എപ്പോഴും അത് നാശത്തിൽ തന്നെ കലാശിക്കും. ഒരു സംരംഭം തുടക്ക സമയത്ത് നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ വേണ്ടത്ര കസ്റ്റമേഴ്സ് ഇല്ലാത്തത്, രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന കസ്റ്റമേഴ്സിൽ നിന്ന് വേണ്ടത്ര ലാഭം എടുക്കാൻ പറ്റാത്തത്. ഈ രണ്ടാമത്തെ പ്രശ്നം, വേണ്ടത്ര ലാഭം ഇല്ലാത്തത്, നിങ്ങളുടെ പ്രൈസിങ് മോഡലിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ അങ്ങനെ പ്രൈസിങ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇവിടുത്തെ സൊല്യൂഷൻ എന്താണ് ഇതിനൊരു പരിഹാരം? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാല്യൂ കൂട്ടി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അതായത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടുക, സർവീസിൻ്റെ വാല്യൂ കൂട്ടിയിട്ട് നമ്മളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നോക്കണം. വാല്യൂ കൂട്ടണം എങ്ങനെയാണ്? ഇപ്പോൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്താം.
സൈസ് കൂട്ടാൻ പറ്റുമോ, സൈസ് കുറയ്ക്കാൻ പറ്റുമോ, ഡിപ്പെൻഡിങ് ഓൺ യുവർ ഇൻഡസ്ട്രി. ചിലതിൽ സൈസ് കുറവായിരിക്കും ബെറ്റർ, ചില സൈസ് കൂടുതലായിരിക്കും ബെറ്റർ. ഇനി പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് തൊടാൻ പറ്റണില്ല, പ്രൊഡക്റ്റിലൊന്നും ചെയ്യാൻ പറ്റണില്ല, അത് വളരെ എക്സ്പെൻസീവാണ്, അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട എന്നുള്ള രീതിയിലാണ് ഇരിക്കണമെങ്കിൽ അതിന് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നമുക്ക് വാല്യൂ കൂട്ടാനായിട്ട് പറ്റും. ഫാസ്റ്റ് ഡെലിവറി കൊടുക്കാം, ഓൺലൈനിലാണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ആഫ്റ്റർ സർവീസ് നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ ചെന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫെസിലിറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ്, നല്ല രീതിയിൽ ഗിഫ്റ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ ഗിഫ്റ്റ് പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ഇല്ലെങ്കിലും നമുക്ക് നല്ല പാക്കേജിങ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം വാല്യൂ അഡീഷനാണ്. നമ്മൾ പ്രൊഡക്റ്റ് തന്നെ ഇന്നോവേഷനോ അല്ലെങ്കിൽ ഡിഫറൻസിയേഷനോ കൊണ്ടുവരണമെന്നില്ല. പ്രൊഡക്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള സംഗതികളിലും നിങ്ങൾ വാല്യൂ അഡീഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് പ്രൈസ് കൂട്ടാനായിട്ട് സാധിക്കും. ഇങ്ങനെ പ്രൈസ് കൂട്ടി വേണ്ടത്ര നല്ല ലാഭം എടുത്തിട്ട് തന്നെ നമ്മൾ സെല്ല് ചെയ്യണം. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണോ പുതിയ പുതിയ പ്ലെയേഴ്സ് നിങ്ങളുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ആവുന്നത് ആ ടൈം മുതൽ നമ്മളുടെ കസ്റ്റമേഴ്സും പോകും, അതുപോലെ തന്നെ നമ്മളുടെ ലാഭവും പോകും. കസ്റ്റമേഴ്സ് ചീപ്പ് കണ്ടു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ അട്രാക്റ്റ് ചെയ്തേക്കുന്ന ചീപ്പ് കസ്റ്റമേഴ്സിനെയാണ്. അത്തരം കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരാൻ നേരത്ത് എപ്പോഴാണോ പുതിയ പ്ലെയർ വരുമ്പോൾ ആ പ്ലെയറുടെ അടുത്തേക്ക് പോകും. നമ്മളുടെ ഒരേ ഒരു യുണീക്നെസ് അതായിരുന്നല്ലോ. ഇപ്പോൾ പലരും ചിലപ്പോൾ പറയും എൻ്റെ കസ്റ്റമേഴ്സിനോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ഏറ്റവും വില കുറച്ച് കൊടുത്താൽ അവരെടുക്കുള്ളൂ, എന്തൊക്കെ വാല്യൂ കൂട്ടിയിട്ടും കാര്യമില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം തന്നെ അട്രാക്റ്റ് ചെയ്തേക്കണ ആ വിഭാഗം കസ്റ്റമേഴ്സിനെയാണ്. അതാണ് പ്രശ്നം. നമ്മൾ തുടക്കം തന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുന്ന കസ്റ്റമേഴ്സിനെയാണ് അട്രാക്റ്റ് ചെയ്തേക്കണത്. നമ്മളെങ്ങനെയാണ് പൊസിഷൻ ചെയ്തത്, നമ്മളങ്ങനെയാണ് പ്രൈസിങ് മോഡൽ സ്വീകരിച്ചത്. അതിനർത്ഥം നമ്മൾക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സ് അതായതുകൊണ്ട് മാർക്കറ്റിൽ ബെറ്റർ കസ്റ്റമേഴ്സ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മാർക്കറ്റിൽ ബെറ്റർ കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ഈ പ്രൈസിങ് മോഡലും ഈ പൊസിഷനിങ്ങും സ്വീകരിച്ചതുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് വന്ന കസ്റ്റമേഴ്സ് എല്ലാം നമ്മൾ ഏറ്റവും വില കുറച്ച് കൊടുത്തപ്പോൾ അത്തരം ക്വാളിറ്റിയുള്ള കസ്റ്റമേഴ്സാണ് നമ്മുടെ അടുത്തേക്ക് വന്നേക്കണേ. അതാണ് പ്രശ്നം. അതല്ലാതെ മാർക്കറ്റിൽ ക്വാളിറ്റിയുള്ള കസ്റ്റമേഴ്സ് ഇല്ലയെന്നല്ല. പക്ഷേ ക്വാളിറ്റിയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് വെച്ചേക്കണ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ചീപ്പ് പ്രൈസിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണമെങ്കിൽ ചില കസ്റ്റമേഴ്സിന് സംശയം വരും. ചില കസ്റ്റമേഴ്സിന് ഈ ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ചീപ്പ് പ്രൈസിൽ വിൽക്കാൻ നേരത്ത് അത് നല്ലതല്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വരും. അപ്പോൾ ചീപ്പ് പ്രൈസ് കാണാൻ നേരത്ത് അവരത് റിപ്പൽ ചെയ്യും. ചീപ്പ് പ്രൈസ് ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ റിപ്പൽ ചെയ്ത് കളയും. മറ്റേ ആകർഷിക്കണ മൊത്തം ചീപ്പ് പ്രൈസ് ചീപ്പ് ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് കേൾക്കാത്തത്. ബെറ്റർ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് കസ്റ്റമേഴ്സിന് വിഷയമല്ല. കസ്റ്റമേഴ്സിൻ്റെ ചിന്തയിൽ അത് പോണേ ഇല്ല. നമ്മളുടെ കോസ്റ്റ് നമ്മളുടെ കൺസേൺ ആണ്. നമ്മളുടെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് എല്ലാ കസ്റ്റമേഴ്സ് പേ ചെയ്യണത്. കസ്റ്റമേഴ്സ് പേ ചെയ്യണത് അവർക്ക് എന്ത് വാല്യൂ കിട്ടുന്നു എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ വാല്യൂ എഡീഷൻ നമ്മൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റ് വെറും 2 രൂപയേ ഉള്ളൂ, നമുക്കത് 100 രൂപയ്ക്ക് വിൽക്കാം. കസ്റ്റമേഴ്സിന് 100 രൂപയുടെ മൂല്യം അതിന് തോന്നിയാൽ മാത്രം മതി. നമ്മളുടെ റിയൽ കോസ്റ്റ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേണേ ഇല്ല. അത് ബിസിനസ് ഓണർക്കാണ് ആ കൺസേൺ ഉള്ളത്. നമ്മളുടെ കോസ്റ്റ് 2 രൂപയല്ലേ ഉള്ളൂ, അപ്പോൾ 3 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞ് വിൽക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. എന്നാൽ അതൊരു 100 രൂപയ്ക്കുള്ള വർത്തുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 100 രൂപ ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബെറ്റർ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും. നല്ല രീതിയിൽ നമുക്ക് ഈ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നല്ല രീതിയിൽ നമുക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. സ്കെയിലപ്പിന് എന്തായാലും നമുക്ക് പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് ഇല്ലാതെ നമുക്ക് നടക്കില്ല. ഇനി ഇവിടെ ചിലവർക്ക് സംശയം വരാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്തിക്സിന് ചേർന്നതാണോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ ലാഭം എടുത്തു വിൽക്കുന്നതാണ് എത്തിക്സിന് ശരിക്കും ചേർന്നത്. ഒന്നാമത് നമ്മൾ ആ മാർക്കറ്റ് പൊളിക്കണില്ല. ഒരുപാട് കച്ചവടക്കാർ ആ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ താത്തി വിലയിട്ട് ആ മാർക്കറ്റ് പൊളിക്കണില്ല. ഒരുപാട് പേര് അതിലൂടെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. അത് നമ്മൾ ചെയ്യണില്ല. അതൊരു മോശം കാര്യമാണ്, നല്ല വില താത്തി കൊടുത്ത് മാർക്കറ്റ് പൊളിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യണ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നതോടുകൂടി നമ്മളുടെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. ആഫ്റ്റർ സർവീസുകൾ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വീട്ടിൽ ചെന്ന് തന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു ഫോൺ കോളിൻ്റെ മാത്രം കാര്യമുള്ളൂ. ഇതെല്ലാം നമുക്ക് കാശുണ്ടെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, നമുക്ക് റെൻ്റുള്ള പോലെ ചിലപ്പോൾ എംപ്ലോയീസ് ചിലപ്പോൾ റെൻറ്റിനായിരിക്കും താമസിക്കുക. അപ്പോൾ അവരുടെ റെൻറ്റിലേക്കും കൂടി നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ നൽകുകയാണ്. അവരുടെ ഫാമിലിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകണം. എങ്ങനെയാണ് ആ കോൺട്രിബ്യൂഷൻ നൽകുന്നത്? അവർക്ക് നല്ല സാലറി കൊടുത്തുകൊണ്ട്. അപ്പോൾ പ്രോഫിറ്റ് എടുത്ത് വിൽക്കലാണ് ശരിക്കും ഏറ്റവും എത്തിക്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു ഗതിയില്ല, നിങ്ങൾക്കൊരു ഗതിയില്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എംപ്ലോയീസിനും ഒരു ഗതിയില്ല. അങ്ങനത്തെ ഒരു ട്രാപ്പിൽ പോയി നമ്മൾ ചാടും.
അപ്പോൾ പ്രോഫിറ്റ് എടുത്ത് വിൽക്കലാണ് എത്തിക്സിന് ഏറ്റവും നല്ല കാര്യം. നമ്മൾ മാർക്കറ്റ് പൊളിക്കണില്ല, എന്താ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്ന എംപ്ലോയീസിന് നല്ല സാലറി കൊടുക്കുന്നു. മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്ക് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനും പറ്റും. പലരെയും സ്വപ്നം അതാണല്ലോ വലിയ ബിസിനസ് കെട്ടിപ്പടുക്കണമെന്നുള്ളത്. ഇതെല്ലാം നമ്മൾ പ്രോഫിറ്റ് എടുത്ത് ചെയ്താൽ മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ പേടിച്ച് ആളുകൾ വാങ്ങുമെന്നുള്ള പേടി കൊണ്ട് നിങ്ങൾ ചീപ്പ് പ്രൈസ് കാണിച്ച് അട്രാക്റ്റ് ചെയ്ത് വിൽക്കാൻ നോക്കരുത്. എപ്പോഴും തരക്കേടില്ലാത്ത ലാഭം നിങ്ങൾ എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.